ഇതാണ്ട ആവി പറക്കുന്ന അടിപൊളി സൂപ്പർ പഴത്തിന്റെ ഒരു ടേസ്റ്റും ചെറിയൊരു മധുരം പഞ്ചസാരന്റെ മധുരവും ആ ഫ്ലേവറൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളി ബന്നായിട്ട് സൂപ്പറായിട്ട്. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മംഗലാപുരം ബന്നാണ്. മംഗലാപുരം ബന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ അധികങ്ങളൊന്നും ഉണ്ടാക്കണതോ ഇവിടെ അധികങ്ങളൊന്നും കണ്ടിട്ടില്ല. മംഗലാപുരം ബന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. മംഗലാപുരത്ത് തന്നെ പോയി നമുക്ക് കഴിക്കണം. അത് എന്താണെന്നൊന്നും അറിയണ്ട. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. അത് പറഞ്ഞാൽ എല്ലാം നമ്മുടെ വീട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ അധികം ഉണ്ടാകുന്ന സാധനങ്ങളുമാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് മൈദ, റോബസ്റ്റ, തൈര്, ഉപ്പ്, പഞ്ചസാര, ബേക്കിംഗ് സോഡ. ഇത്രയും സാധനം വെച്ചിട്ടാണ് അടിപൊളി മംഗലാപുരം ബന്ന് ഉണ്ടാക്കാൻ പോണത്. അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, ഇതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് 2 റോബസ്റ്റയാണ്. നല്ല പഴുത്തതാണ്. ഇത് റോബസ്റ്റ പറയുന്നത് 2 തരമുണ്ട്. ഏത് തരം വേണമെങ്കിലും എടുക്കാം. കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടതിൽ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ്, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മതി, നോക്കിക്കോളൂ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. 3 കപ്പ് മാവ്. ഈ കപ്പിന് ഞാൻ 3 കപ്പ് മാവാണ് എടുക്കുന്നത്. നമ്മളത് കുറച്ചായിട്ടിട്ട് ഇളക്കി എടുക്കേണ്ടതാണ്. ഞാൻ 3 കപ്പ് മാവ് എടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ഇട്ട് ഇളക്കി എടുക്കണം. അങ്ങനെ 3 കപ്പ് മാവായി. ഇനി കുറച്ചുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതേപോലെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് റെഡിയാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സൺഫ്ലവർ ഓയിലോ വേറെ എന്ത് ഓയിലാണെങ്കിലും ഒരു ലേശം, അതായത് 1 ടേബിൾ സ്പൂണ് ആ അളവിന് നമ്മളതിൽ ഒഴിക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ നോക്കിക്കോളൂ. ഇതാ 1 ടേബിൾ സ്പൂണ്. ഇതൊന്നും ഒട്ടാതിരിക്കാനാണ്. അപ്പം അങ്ങനെ നമ്മുടെ നന്നായി കുഴച്ചൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ മൂടി വയ്ക്കാം. മാവ് കുഴച്ച് റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതിലൊരു 8 മണിക്കൂർ വരെ ഇതിങ്ങനെ വെക്കേണ്ടതാണ്. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മംഗലാപുരം ബന്നിൻ്റെ കുഴച്ച് വെച്ചതൊക്കെ 8 മണിക്കൂറായി. ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ നല്ല ഇത്തിരി പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിങ്ങനെ എടുത്ത് നോക്കാം. കയ്യിലൊന്നും ഒട്ടുന്നില്ല. ഇനി നമുക്കിതിനെയൊക്കെ ബോളാക്കി എടുക്കണം. അപ്പോൾ ഈ ബോളാക്കി എടുക്കുമ്പോൾ നമുക്ക് ലേശം ഇങ്ങനെ കയ്യിൽ ഒട്ടണമെന്ന് കണ്ടാൽ ലേശം ഇങ്ങനെ പൊടിയൊക്കെ ഒന്ന് തൂവി കൊടുക്കുക. ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നല്ലപോലെ കുഴച്ച് നമുക്ക് ചെറിയ ബോളാക്കി എടുക്കാം. എങ്ങനെയാണ് കാണിച്ചു തരാം. ഏകദേശം ഇത്ര ഇരുന്നോട്ടെ ബോള്. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് നമ്മുടെ ബോളാക്കി കഴിഞ്ഞു. ബോളാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ ഇത്തിരി പൊടി ഇതിലാക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം ബോളാക്കി കഴിഞ്ഞു. ഇനി പരത്തി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒരു പലകയോ ഒരു ടേബിൾ ടോപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ലേശം പൊടി ആദ്യം നമ്മളതിലൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നെടുക്കണോ, ഇതാ ഇത്രയേ ഉള്ളൂ. ഒരുപാട് പരത്തൊന്നും വേണ്ട. ഒരു കൈ വീതിയിൽ ഇത്ര മതി നമുക്ക് പരത്തിയത്. ഇത്തിരി ഇതിങ്ങനെ ഇത്തിരി കട്ടി വേണം. എന്നാലേ നമ്മൾക്ക് അത് കഴിക്കാനും
അതങ്ങനെ പൊള്ളി വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനുള്ളൂ. എങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കൊരു ചീൻചട്ടി വെച്ച് കൊടുക്കാം. ചീൻചട്ടിയോ നോൺ സ്റ്റിക്കിൻ്റെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കുക. അത് പൊള്ളിച്ചെടുക്കാനുള്ളതാണ്. ഞാൻ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ കേനിലാക്കിയെന്നേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എന്ത് ഓയിലിൽ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുന്നതിൻ്റെ ഉള്ളിൽ ഏകദേശങ്ങളൊക്കെ ഞാൻ പരത്തിയിട്ടുണ്ട്. പരത്തിയത് ഇട്ട് കൊടുക്കാം. ഇത്ര പരത്തിയാൽ മതി. ബോളും ആ അളവിന് എടുത്താൽ മതി. അതായത് ഇപ്പോൾ ഇത് നാരങ്ങനെ ഇവിടെ ഇത്തിരി വലുപ്പമുണ്ട്, നോക്കിക്കോളൂ. കട്ടി വേണ്ടതാണ്. പൊടി ഉണ്ടെങ്കിൽ തട്ടിക്കൊടുത്തോളൂ. പരത്തുമ്പോഴും പൊടി വേണ്ടതാണ്. നമ്മുടെ കയ്യിൽ ഒട്ടുകയാണെങ്കിലും നമ്മൾ ബോൾ പിടിക്കുമ്പോൾ പൊടി ഇട്ടിട്ട് ആക്കുന്നത് കുഴപ്പമില്ല. ആട്ടിയ പുതിയ വെളിച്ചെണ്ണയാണ്. അതാണ് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്കിതിൽ 2 ഇടാൻ പറ്റിയ 2 ഇടാം. ഒന്നിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊക്കെ അവരവൻ്റെ സൗകര്യം. നമ്മുടെ ഈ ബ്രൗൺ കളറ് അത്യാവശ്യമാണ്. ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുകൊണ്ടേ ഇരിക്കണം. എന്നാലേ നന്നായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ കളറാണ് ഇതിൻ്റെ പരുവം. നോക്കിക്കോളൂ. നമുക്കപ്പോൾ വാങ്ങിയെടുക്കാം. നമ്മൾക്ക് ഇതേപോലെ ഇനി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ബാബുവോ, മംഗലാപുരം ബന്ന് ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിച്ചു നോക്കട്ടെ. അതായത് നമ്മുടെ പുഷ്പമ്മ നമുക്ക് വേണ്ടി ഒരു വെറൈറ്റി അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മംഗലാപുരം ബന്ന്. സൂപ്പർ. കാണുമ്പോൾ തന്നെ അറിയാം, ബോംബ് പോലെയുള്ള അടിപൊളി ബന്ന്. ഇതൊക്കെ അവരെങ്ങനെ കഴിക്കുന്നത് എന്നുള്ള പ്രത്യേക സ്റ്റൈലാണ്. സാധനം ഇതെങ്ങനെ പൊട്ടിച്ചൊക്കെ കാണിച്ചു തന്നാലേ ഇതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ അല്ലേ പുഷ്പമ്മ? പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്. പിന്നെന്താണ്, നമ്മൾ മാവ് കുഴച്ചിട്ട് പിന്നെ ഒരു കുറേ ടൈം വെക്കണം അല്ലേ? 8 മണിക്കൂർ നിർബന്ധമായിട്ട് വെക്കണം. ആ 8 മണിക്കൂർ വെച്ച് കഴിഞ്ഞതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ബലൂൺ പോലെ പൊള്ളി വരുന്ന അടിപൊളി ബന്നായിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് പുഷ്പമ്മ എടുക്കട്ടെ. പുഷ്പമ്മ അവിടെ പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ പൊള്ളിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ പൊള്ളിച്ച് തിന്നാൻ പോകുന്നു. എന്തായാലും നല്ല ചൂടുണ്ട് സംഭവം. അപ്പപ്പാ ഇതാണ്ട ആവി പറക്കുന്ന അടിപൊളി സൂപ്പർ മംഗലപുരം ബന്ന് സൂപ്പർ. അതിൻ്റെ കാണാൻ നല്ല പൊള്ളി ബലൂണ് പോലെ ആയിട്ടുള്ള സാധനമാണ്. ഇത് എങ്ങനെ ടേസ്റ്റ് ഒന്നും അറിയില്ല. പുഷ്പമ്മ ചൂടോടെ തന്നെ കഴിക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കണ്ട. ചൂടോടെ വയറ് നിറച്ച് കഴിച്ചോ. ആ പഴത്തിന്റെ ഒരു ടേസ്റ്റും ചെറിയൊരു മധുരം, പഞ്ചസാരന്റെ മധുരവും ആ ഫ്ലേവറൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളി ബന്നായിട്ട് സൂപ്പറായിട്ട്. ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ നോണൊക്കെ വേണമെന്നുള്ളൂല്ലേ കറികള്. എന്തിൻ്റെയും കൂടെ കഴിക്കാം. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ചായൻ്റെ കൂടെയൊക്കെ നല്ല സ്നാക്സ് ആയിട്ട് 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ബന്നാണ്. നല്ല കറികൾ, നോൺ കറികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മുക്കി ഇങ്ങനെ കഴിക്കാല്ലേ പുഷ്പമ്മ? പുഷ്പമ്മ നമ്മുടെ പൊളിച്ചു കഴിഞ്ഞോ? നല്ല കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും ചുട്ടുകൊണ്ടേയിരിക്കണേ. അപ്പോൾ നമ്മുടെ പുഷ്പമ്മ നമ്മുടെ കരുത്ത് പുതിയ അടിപൊളി ഒരു ബന്നിൻ്റെ സൂപ്പറായിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലെത്തി. നല്ല പൊളിച്ചൊക്കെ കഴിഞ്ഞു. സൂപ്പറായിട്ട് ഇഷ്ടംപോലെ ബന്നി കിട്ടി. എല്ലാവരും കഴിക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ പുഷ്പമ്മ കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുക? ഇതൊന്നും എനിക്കിപ്പോ ചട്നിന്റെ കൊടുത്ത് കഴിക്കാം, നല്ല ബീഫ് വലത്തിയതിന്റെ കൊടുത്ത് കഴിക്കാം, നല്ല ചിക്കൻ കറിന്റെ കൊടുത്ത് കഴിക്കാം. എന്തിൽ കൂട്ടിയും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കുക. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിഥികൾക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഫുഡായിട്ട് കഴിക്കുക, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അമ്മാതിരി ഐറ്റമാണ്. എന്തായാലും സൂപ്പർ. വേണമെങ്കിൽ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ബലൂണ് പോലെ ഇരിക്കുന്നതാണല്ലോ, ബോൾ പോലെ ഇരിക്കും. പൊട്ടിക്കുമ്പോഴാ നല്ല അടിപൊളി ബോള്. സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ. ടേസ്റ്റിന് പിന്നെ പറയണ്ട, മന്നൻ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ എന്തായാലും മംഗലാപുരം ബന്ന് സൂപ്പർ. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും മംഗലാപുരം ബന്ന് അങ്ങോട്ട് ട്രൈ ചെയ്യുക.
ഒരിക്കലും നന്നാകാതിരിക്കില്ല. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ചെയ്തിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും. അപ്പോൾ അടുത്ത കിടുക്കാച്ചി ഇതുപോലത്തെ എന്താണ് പുഷ്പമ്മ വെറൈറ്റി? അടുത്ത ഇതേപോലത്തെ കിടുക്കാച്ചി ഇതിനും വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ അടുത്ത കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും പാടി കിച്ചൻ്റെ ബൈ.